ആദിൽ ഇബ്രാഹിം, മാളവിക മേനോൻ, നീരജ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതരായ ഹരിശ്രീ യൂസഫ്, ബാബുരാജ് ഹരിശ്രീ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഹലോ ദുബായ്ക്കാരന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു. മഞ്ചാടി ക്രിയേഷൻസ് ഇൻ അസോസിയേഷൻ വിത്ത് ഹലിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ, ഹസൻ മിയ ആലുവ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സലിംകുമാർ, ആൽവിൻ ആന്റണി, ആലപ്പി അഷ്റഫ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, റോയ് മണപ്പൽ എന്നിവർ ഭദ്രദീപം തെളിച്ചു. ഒരു സിനിമയുടെ കഥ എഴുതി അത് സംവിധാനം ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സാഹചര്യം എന്നെ സംവിധായകനാക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയുണ്ടെങ്കിൽ അത് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ സമർത്ഥനായ, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ബാബുരാജ് ഹരിശ്രീയും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒട്ടും കഴിയില്ല. അപ്പോൾ ഈ സിനിമ ഹലോ ദുബായ്ക്കാരൻ, ഇതിന്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇന്നിവിടെ വരാൻ ഞാൻ ഫസ്റ്റ് താങ്ക്സ് പറയുന്നത് നാദിർഷയ്ക്കാണ്. നാദിർഷയ്ക്കാരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ സിനിമ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്ക് രണ്ട് പ്രൊഡ്യൂസറെ തപ്പിത്തന്ന പാവം താഹ മുഹമ്മദ്, ഒന്നും അറിയാൻ പറ്റാത്തന്നെ സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞ് രണ്ട് പാവപ്പെട്ട സംവിധായകരെ, രണ്ട് നിർമ്മാതാക്കളെ, അഷ്റഫ് പിലാക്കൽ, ഹസൻ മിയ, ഈ ചെറിയ കലാകാരനെ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ച അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അപ്പോൾ ഒരു പുതിയ സിനിമയുടെ തുടക്കം ഇതെല്ലാവരും അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നാദിർ ഷാ സ്വിച്ച് ഓൺ കർമ്മവും സലിംകുമാർ ഫസ്റ്റ് ക്ലാപ്പും നൽകിയ ചടങ്ങിൽ ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. കുറെ വർഷങ്ങളായിട്ട് മാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റ് മുതൽ അതിന്റെ സ്ക്രിപ്റ്റില് എന്നോടൊപ്പം ആ കാസറ്റില് സൂപ്പർ ഹിറ്റായ ഒരുപാട് കാസറ്റുകളിൽ അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച, ക്യാമറയ്ക്ക് മുമ്പിലും പിന്നിലും പ്രവർത്തിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഹരിശ്രീ യൂസഫ്. പിന്നെ മാവേലി കൊമ്പത്തിൻ്റെ കാസറ്റ് പണ്ട് മുതൽ ചെയ്ത സമയത്ത് അതിൽ എൻ്റെ കൂടെ അസിസ്റ്റൻറ്റും അസോസിയേറ്റും ഒക്കെ ആയി മാറി. പിന്നീട് സിനിമ ചെയ്തപ്പോൾ സിനിമയിലും എൻ്റെ അസോസിയേറ്റായി മാറിയ ഹരിശ്രീ ബാബുരാജ്, ഇവർ രണ്ടുപേരും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഹലോ ദുബായ്ക്കാരൻ, ഇത് ഹരിശ്രീ യൂസഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റൈറ്റർ, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി ഒരു സിനിമയ്ക്കാണെങ്കിലും കാസറ്റിനാണെങ്കിലും ചിരിപ്പിക്കുന്ന എന്തെങ്കിലും സാധനം വേണം എന്ന് തോന്നിയാൽ ആദ്യം വിളിക്കുന്ന ഒരാളായിരുന്നു ഹരിശ്രീ യൂസഫ്. അപ്പോൾ ഒരുപാട് വിശ്വാസമുണ്ട് ഹരിശ്രീ യൂസഫ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിൽ. പിന്നെ ബാബുരാജും ഏറ്റവും കഴിവുള്ള, വളർന്നു വരാൻ ഏറ്റവും സാധ്യതയുള്ള സംവിധായകരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഇവർ രണ്ടുപേരും ചേരുമ്പോൾ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യൂസഫും ഞാൻ പണ്ട് സ്റ്റേജുകളിലൊക്കെ മിമിക്രി ഒരുമിച്ച് കളിച്ച ആളുകളാണ്. അന്നൊക്കെ ഞാൻ വിചാരിച്ചത് യൂസഫ് ഒരു കഥയില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ പിൽക്കാലത്ത് ഈ സിനിമയുടെ കഥയുമായിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യൂസഫ് ഒരുപാട് കഥകളുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായത്. വളരെ സന്തോഷം തോന്നിയത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് എനിക്കറിയാവുന്ന ഒരു കഥയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ്. ഇത് ഹിറ്റാക്കേണ്ട ചുമതല എനിക്കുണ്ട്. കാരണം ഞാൻ ക്ലാപ്പടിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ്. അതിന്റെ പേരിൽ തന്നെ എന്നെ കൊണ്ട് എന്നെ ക്ലാപ്പടിപ്പിച്ചത്. അപ്പോൾ കാരണം നാദിർഷയുടെ അമർ അക്ബർ അന്തോണി എന്ന ചിത്രമാണ് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പടിക്കുന്നത്. ഇത് ക്ലാപ്പടിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ ആരെയും കണ്ടില്ല, അതായിരുന്നോ. നാദിർഷ പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് രാവിലെ എൻ്റെ വീട്ടിൽ ആരും വന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ, ആത്മാർത്ഥ സ്നേഹിതൻ സിനിമയിൽ ഞാൻ വെളുപ്പിന് എന്നെ എവിടെ എത്തി. ആരും കാണുന്ന ഇപ്പൊ നാട്ടിലൊന്ന് നീ തന്നെ ചെയ്യണമെന്നുണ്ട്. ഈ ക്ലാപ്പ് കൊടുത്ത് എൻ്റെ കയ്യിൽ തന്നു. നാട്ടിലുള്ള ഉമ്മച്ചയായിരുന്നു അതിൽ സ്വിച്ച് ഓൺ ചെയ്തത്. ആ പടം സൂപ്പർ ഹിറ്റായി.
നമ്മൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ. അപ്പോഴേ എനിക്ക് തോന്നിയത് നമ്മൾ ക്ലാപ്പ് അടിച്ചതിന്റെ പേരിലാണ് സൂപ്പർ ഹിറ്റ് ആയത്. പിന്നീട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഈ ചിത്രം എൻ്റെ ഒരു സിനിമ പയ്യന്നൂർ ഷൂട്ടിംഗ് ഇറങ്ങിയാണ് ഒരു കർക്കിടക മാസത്തിൽ. ഞാൻ പിന്നെ ആ സമയത്തേക്ക് തുടങ്ങുള്ളൂ, സിനിമാക്കാരും കർക്കിടക മാസത്തിൽ സിനിമ തുടങ്ങില്ല, ഞാൻ പിന്നെ ആ സമയത്ത് തുടങ്ങത്തുള്ളൂ. അങ്ങനെ കർക്കിടക മാസത്തിൽ ചിങ്ങം 17 ആവശ്യം പറഞ്ഞു, അന്ന് എൻ്റെ പടത്തിന്റെ പൂജയാണ്, നീ തന്നെയാണ് സ്വിച്ചോ, ഉമ്മച്ചിയാണ് ഇതിന്റെ സ്വിച്ചോ, ഞാൻ ക്ലാപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിനിമ പാക്കപ്പ് ആക്കിയിട്ടാണ് ഞാൻ ആ സ്വിച്ചോണ്ട് വന്നത്. അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അതിന്റെ പ്രേക്ഷകത്തിന്റെ കഴിവില്ല, ഡയറക്ടറുടെ കഴിവില്ല, മ്യൂസിക്കിന്റെ കഴിവില്ല, കഴിവാണ് എന്ന് ഞാൻ അവകാശം. കാരണം നമുക്കുള്ളത് നമ്മൾ എന്ന് വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ആരും പറയാണ്ടാവില്ല പരികുമാറാണ് ഇതിന്റെ ക്ലാപ്പ് അടിച്ചെന്ന് ഒരാളും പറയൂല. അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്നെ കുറിച്ച് ഞാൻ തന്നെ ബൂസ്റ്റ് ചെയ്യുക എന്നതാണ്. അപ്പോ ബാബുരാജും നമ്മുടെ യൂസഫും ചേർന്നുള്ള ഈ സംരംഭം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ, ആവേണ്ടത് എൻ്റെ കൂടി ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സർവശക്തൻ ഇവർക്ക് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തികച്ചും കോമഡി പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ സിദ്ദിഖ്, സായികുമാർ, ധർമ്മജൻ ബോൾഗാട്ടി, സുനിൽ സുഗത, മാമുക്കോയ, ഇന്ദ്രൻസ്, കോട്ടയം നസീർ, നോബി, കോട്ടയം പ്രദീപ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ശിവജി ഗുരുവായൂർ, KTS പടന്നയിൽ, മജീദ്, ബൈജു എഴുപുന്ന, അഷ്റഫ് പിലാക്കൽ, ഹസൻ മിയ, ജാഫർ ഇടുക്കി, നീന കുറുപ്പ്, പൊന്നമ്മ ബാബു, അംബിക മോഹൻ, നിലമ്പൂർ ആയിഷ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു വലിയ ഗ്യാങ് ഒത്തുചേരുമ്പോൾ ആ സിനിമയുടെ ഭാഗമാവാൻ കിട്ടിയ അവസരം ഞാൻ ഒരിക്കലും പാഴാക്കിയിട്ടില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ലീഡ് റോൾ ചെയ്യാൻ ഈ അവസരം കിട്ടിയതിൽ. ആൻഡ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ സിനിമ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്രയും ഹ്യൂമറസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലുള്ളത്. ആൻഡ് അത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. തിരക്കഥ ഹരിശ്രീ യൂസഫ്, ക്യാമറ മുരളി രാമൻ, ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സെൻസേഷൻ.